പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ ദുർമന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തിയിരിക്കുന്നു. ഈ വസ്തുക്കൾ കടത്താൻ ശ്രമിച്ച സ്ത്രീയെ പിടികൂടിയിരിക്കുകയാണ് പോലീസ് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. അൽ അബ്ദാലി അതിർത്തി ചെക്ക് പോസ്റ്റിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ദുർമന്ത്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളുമായി കടക്കാൻ ശ്രമിച്ച യുവതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. ദുർമന്ത്രവാദ പ്രക്രിയകൾക്ക് ഉപയോഗിക്കുന്ന തരത്തിലുള്ള മുത്തുകൾ, മോതിരങ്ങൾ തുടങ്ങിയിട്ടുള്ള വസ്തുക്കളാണ് ഇവരിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരിക്കുന്നത്. കസ്റ്റംസ് അധികൃതരാണ് സ്ത്രീയെ പിടികൂടിയിരിക്കുന്നതെന്നതാണ് വിവരം. ഇവർ ഇറാഖിൽ നിന്നുള്ള അറബ് വംശജയാണ് എന്നാണ് അധികൃതർ നൽകുന്ന സൂചന. പരിശോധന നടത്തുന്നതിനിടെയാണ് സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ ബാഗ് വാങ്ങി പരിശോധിക്കുകയായിരുന്നു. ബാഗിന്റെ ഏറ്റവും അടിഭാഗത്തായി ഒരു രഹസ്യ അറ കണ്ടെത്തുകയാണ്. അതിനുള്ളിലായിരുന്നു ഈ മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള വിവിധ വസ്തുക്കൾ കണ്ടെടുത്തത്. കൂടുതൽ ചോദ്യം ചെയ്യലിലാണ് ഈ വസ്തുക്കൾ ദുർമന്ത്രവാദ ായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ വസ്തുക്കൾ അതിനുവേണ്ടി തന്നെയാണ് താൻ കൊണ്ടു നടക്കുന്നതെന്നും ഇത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാണ് കൊണ്ടു നടക്കുന്നതെന്നൊക്കെ സ്ത്രീ സമ്മതിക്കുന്നത്. ബാഗിൽ നിന്നും കണ്ടെടുത്ത വസ്തുക്കൾ അധികൃതർ കണ്ടുകെട്ടിയെന്നാണ് വിവരം. കൂടാതെ ഇറാഖിൽ നിന്നെത്തിയ ആ സ്ത്രീക്ക് കുവൈറ്റിലേക്കുള്ള പ്രവേശനം തടയുകയും ചെയ്തതായിട്ടാണ് സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈ അടുത്ത കാലത്തായിട്ട് ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദങ്ങൾ വർദ്ധിച്ചു വരുന്ന റിപ്പോർട്ടുകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. ഇന്ത്യയുടെ കാര്യവും ഏറെക്കുറെ സമാനം തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് സർപ്പശാപം മാറ്റാൻ വേണ്ടി സ്വന്തം മകളെ കുരുതി കൊടുത്ത ഒരമ്മയുടെ വാർത്ത പുറത്തുവന്നത്. ആഭിചാര പ്രക്രിയയുടെ ഭാഗമായി സ്വന്തം മകളെ ബലി നൽകി എന്നതായിരുന്നു കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാതാവിന് വധശിക്ഷ വിധിച്ച കോടതി വിധിയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. തെലങ്കാനയിലെ സൂര്യപ്പെട്ട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ അമ്മയ്ക്ക്, അതായത് മകളെ കൊന്ന മാതാവിന് വധശിക്ഷ വിധിച്ചത്. സർപ്പദോഷ അനാചാരങ്ങളിൽ വിശ്വസിച്ചിരുന്ന യുവതി സർപ്പദോഷത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയാണ് തന്റെ 7 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ നരബലി നൽകിയത്. ഭാരതി എന്ന യുവതിയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തിരിക്കുകയാണ് കോടതി. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. ഭർത്താവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും യുവതി നിലവിൽ ജയിലിൽ തുടരുന്ന സാഹചര്യത്തിലാണ് മറ്റൊരു കേസിൽ, അതായത് മകളെ കൊന്ന കേസിൽ വധശിക്ഷ കൂടെ വിധിക്കപ്പെടുന്നത്. 2021 ഏപ്രിൽ 15 ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്ക് കാരണം സർപ്പദോഷമാണ് എന്ന് യുവതി വിശ്വസിച്ചു പോരുകയായിരുന്നു. ഈ അന്ധവിശ്വാസമാണ് യുവതിയെ അരുംകൊല ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. വീട്ടിലെ കിടപ്പുമുറിയിൽ പ്രത്യേക പൂജ നടത്തുന്നതിനിടെ ഭാരതി മകളുടെ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയും കുട്ടിയുടെ നാവ് മുറിച്ചു മാറ്റുകയുമായിരുന്നു ചെയ്തതെന്ന് ഭാരതിയുടെ ഭർത്താവ് കൃഷ്ണ നൽകിയിട്ടുള്ള പരാതിയിൽ വ്യക്തമാണ്. കൊലപാതകം നടക്കുന്ന സമയത്ത് കൃഷ്ണയുടെ രോഗിയായ അച്ഛനും വീട്ടിലുണ്ടായിരുന്നു എന്നാണ് വിവരം. കുട്ടിയുടെ കരച്ചിൽ കേട്ട് സംശയം തോന്നിയതോടെയാണ് ഈ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ആ അച്ഛൻ അവിടേക്ക് വരുന്നത്. അവിടെ എത്തി നോക്കിയപ്പോഴാണ് രക്തം പുരണ്ട വസ്ത്രങ്ങളിലായി നിൽക്കുന്ന ഈ ഭാരതിയെ കാണുന്നത്. കുഞ്ഞിനെ ദൈവങ്ങൾക്ക് ബലിയർപ്പിച്ചു എന്നും സർപ്പദോഷത്തിൽ നിന്നും മുക്തി നേടിയെന്നും ഈ സംഭവത്തിന് പിന്നാലെ ഈ അച്ഛനോട് ഭാരതി വിളിച്ചു പറഞ്ഞതായിട്ടും പറയുന്നുണ്ട്. തുടർന്ന് അയൽക്കാരും ബന്ധുക്കളും എത്തി കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. 2023 ഉറങ്ങിക്കിടന്ന ഭർത്താവ് കൃഷ്ണയെ ഭാരതി കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട്. ഈ കേസിൽ ഭാരതിയെ കോടതി 1 വർഷത്തെ തടവിന് ശിക്ഷിച്ചിരിക്കുകയാണ്. ഈ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടിയെ നരബലി കൊടുത്ത കേസിൽ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഭാരതിയുടേത് 2ാം വിവാഹമായിരുന്നു. വിവാഹത്തിന് മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് ഇവർക്ക് സർപ്പദോഷമുണ്ട് എന്ന് ഒരു ജ്യോതിഷി ഭാരതിയോട് പറഞ്ഞിരുന്നതായാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയൊരു അന്ധവിശ്വാസത്തിലേക്ക് ഇവർ കടക്കുന്നത്. ഈ ദോഷം മാറാൻ വേണ്ടിയിട്ട് സ്വന്തം മകളെ അടക്കം കുരുതി കൊടുക്കുന്ന നിലപാടിലേക്ക് എത്തുന്നതും ചെയ്തത്.